എന്താ കയ്യില്? മൊബൈല്. ഞാൻ പോയി വരുമ്പോഴേക്ക് കണക്ഷനും കിട്ടിയോ? എല്ലാം പെട്ടെന്നായിരുന്നു. ആ എന്നിട്ടാണ് അമ്മയെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. അമ്മയുടെ നമ്പർ എത്രയാ? 1 2 3 4 5 6 7. മതി 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 മതി. ഇനി കൂടുതൽ അടിച്ചല്ലേ റോങ് നമ്പർ പോകും. വിളിച്ചോക്കട്ടെ. ഹലോ, ആ സ്പൈഡർമാന്റെ അമ്മയല്ലേ? അപ്പൊ നിങ്ങൾ എന്തു പണിയെ കാണിച്ചേ? നിങ്ങൾ മോനെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് എവിടെയത്? എന്നാ വരാ? അടുത്ത ആഴ്ചയോ? മതി, ഞാൻ വരണേ. മോൻ കാത്തിരിക്കുക. ഓക്കെ 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 ഓക്കെ. ഇനി ദീപനെ ഇതൊന്ന് അങ്ങോട്ട് ഇട്ടേൻ. നോക്കടാ കോണിക്കുട്ടി, കാലക്കി. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ് സർ. എന്തായി? അറസ്റ്റ് റെക്കോർഡ് ചെയ്തോ? ഏതായാലും ശ്രീരേഖ തന്നെ അവനെ കോടതിയിൽ ഹാജരാക്കിയേക്ക്. ആ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി കയറട്ടെ. സർ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ആണ്ടവന്റെ അറസ്റ്റ്. എന്താ അറസ്റ്റ് നടന്നില്ലേ? ഒരാഴ്ച മുമ്പ് അസൈൻമെന്റ് ഏൽപ്പിക്കുമ്പോ 48 മണിക്കൂറായിരുന്നു അനുവദിച്ച സമയം. ഓർമ്മയുണ്ട് സർ. ഓഹോ, അപ്പോഴെന്തായിരുന്നു മനസ്സിൽ? ശ്രീരേഖ ഒരു കേസ് ഏറ്റെടുത്ത ആണ്ടവൻ തനിയെ വന്ന് ലോക്കപ്പിൽ കയറി വാതിലടയ്ക്കുമെന്നോ? ഈ ഒരാഴ്ച എവിടെയെല്ലാം അന്വേഷിച്ചു? സർ, സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും. ചേരിക്കടുത്ത് 4 പോലീസുകാരെ സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. Then what happened? പണ്ട് പുലിയെ പിടിക്കാൻ നായാട്ടിനിറങ്ങുന്നവർ പുലിയെ കിട്ടിയില്ലെങ്കിലും അതിന്റെ മട കണ്ടൊന്ന് തെളിയിക്കാൻ 2 പൂടെയെങ്കിലും പെറുക്കിക്കൊണ്ട് വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക്? നിങ്ങൾ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും ആണ്ടവനെ പിടിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. ടൈസൺ ജോർജിനെ അകത്താക്കി തന്നവരോട് നന്ദികേട് കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? സർ, പ്ലീസ്. ശ്രീരേഖ മോളെ, ഒടിയന് മുമ്പിൽ മായം കളിക്കല്ലേ. ഇത്തിരി ഉള്ളപ്പോ മുതൽ നീ അവന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ടുള്ളൂ. പഴയ സെന്റിമെന്റ്സ് വെച്ച് അവനെ സഹായിക്കാൻ ശ്രമിച്ച നിനക്കറിയില്ലല്ലേ? കള്ളൻ എന്ന നാണക്കേട് മറയ്ക്കാൻ അമ്പലക്കുളത്തിൽ ചാടിച്ചത്ത വേലായുധന്റെ മകൻ മുരുകൻ എന്ന ആണ്ടവനെ നിനക്കറിയില്ല അല്ലേ? അവനെ വിലങ്ങ് വെക്കാൻ നിന്റെ കൈ പൊങ്ങില്ല. സോ ഈ നിമിഷം മുതൽ ആ ഡ്യൂട്ടി ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്നു. പോലീസ് പണി ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണടി. കൈക്കരുത്തും നെഞ്ചുറപ്പുള്ള ആണുങ്ങൾക്ക്. അതവനെ പിടിക്കാനുള്ള പോലീസിനെ മൂടിയെടുത്ത് മൂടിയിട്ട് കുട്ടിയെടുത്ത് മുകളിൽ വെക്കണം. കുട്ടിയെടുത്ത് മൂടിയിട്ട് മൂടിയെടുത്ത് മുകളിൽ വെക്കാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂടാ പന്നി. പിള്ളേരെ ടൗണിൽ കുപ്പിയും പാട്ടും പെറുക്കി തെരുവിൽ സാധനങ്ങളും വിറ്റ് ജീവിക്കുന്ന പിള്ളേരാ. ആണ്ടവന്റെ വാനരപ്പട അല്ലേ? അവന്റെ ഉള്ളിൽ നീയാണ്, നിന്റെ ഉള്ളിൽ അവനാണ്. നിങ്ങൾ രണ്ടുണ്ടിങ്കോലാപ്പിയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോ. അത്രയും സൗകര്യം കിട്ടൂലോ. എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടുപേരും കൂടി എടി കുത്തി മലത്തിക്കളയും ഞാൻ. ആ പന്നിയൊന്ന് പിറ്റാടാ. അങ്ങോട്ട് മാറി
എന്താ നിനക്ക്? എണീക്കടാ. നീ എന്ത് ചെയ്യാ ആണ്ടവാ? ആണ്ടവനല്ല, ഇത് നിന്റെ മറ്റപ്പാറ കച്ചവടത്തിന് എന്റെ പിള്ളേരെ കൊണ്ടുപോയാണ്ടില്ല. അതായിരുന്ന കാര്യം. അത് പിന്നെ പോലീസുകാരെ ഇപ്പൊ കൈ പിടിക്കാൻ വേണ്ടി വെറുതെ കൊടുത്തല്ലേ? പോലീസുകാർക്ക് കൈ പിടിക്കാൻ എന്റെ കുട്ടികളെ ഇവൻ എന്താ ചാവട്ടവൻ ഈ ചെറ്റെന്താ ചെയ്തെന്നറിയോ? നമ്മുടെ ടോണിക്കുട്ടി കൊണ്ട് ടവളിൽ കഞ്ചാവ് വിൽപ്പന. അത് പിന്നെ അവനെന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. എടാ ഞാൻ പറഞ്ഞേക്ക്, ഇനി അടിച്ച ചാവും. കേറിപ്പോടാ പണ്ടാകാൻ. വലിവുള്ള കാര്യം നീ മറന്നുപോയോ? ഒന്നിപ്പോലും ആ ഭാസ്കരനെ ഞാൻ വെറുതെ കാര്യം ഭാസ്കരൻ ചെയ്ത് തിണ്ടിത്തരോ. പക്ഷെ 10-12 വയസ്സായ നിന്റെ പിള്ളേർക്ക് അറിഞ്ഞൂടെ കഞ്ചാവെന്ന് പറഞ്ഞ യൂക്കാലിയല്ലെന്ന്. എല്ലിന്റെ ഇടയിൽ പോത്തറച്ച് കുത്തി കയറുമ്പോഴേ ഇക്കിളിയാണ്ടോ പന്നികൾക്ക് പോയി വല്ല പണിയെടുക്കാൻ തുടങ്ങ പന്നികളോട് ഇരുന്ന് തിന്നുമ്പോഴേ ഇതിന്റെ അപ്പുറം ചെയ്യും. ഉണ്ടോ ഇനി ഒറ്റണത്തിൽ തന്നെ കണ്ണുമറ്റത്ത് കണ്ടുപോരുത്. കടന്നു നോക്കോ. എടാ നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ള ആ ജയിൽ തന്നെയാ. വല്ല കട്ടോ പിടിച്ചു പറിച്ചോ പോക്കറ്റ് അടിച്ചോ കഞ്ചാവ് വിറ്റോ എന്തെങ്കിലും പണ്ടാറടങ്ങി അതിനകത്ത് കയറി പറ്റാൻ നോക്ക്. പോടാ. ഇന്നിങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പ്. ആദ്യമായിട്ടല്ലേ. ഇനി മുതൽ മായൻകുട്ടികളുടെ സ്ഥിര പണിക്ക് പോയിക്കോളാം ഞാൻ. പറച്ചോനെ അപ്പം നീ എന്നെ കബറടക്കാൻ തീരുമാനിച്ചാ? ചെല്ല്, എല്ലാരും പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഓ തുടങ്ങി വധൂരി. ആ ഇഞ്ചിൻ ഓഫ് ആക്കാൻ നോക്കിയേ. ചെല്ലി എന്താടാ എനിക്കൊറ്റ കിടക്കാൻ പേടിയാ. അപ്പൊ നിന്റെ ശാരിച്ച് ചേച്ചിയോ? ചാച്ചി ചേച്ചി ബിസിയാ. അയ്യോടാ അഞ്ഞോ മോനും ആടാ ചക്കരല്ലേടാ. വാ വന്നോ കാലമോടെ. മനുഷ്യനെ സമാധാനായിട്ടൊന്ന് കടന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. സിൽമാനാണ് പോലെ സിൽമാനാണ്. ഞാനാണമ്മേ രൂപേഷ് കുമാർ. അമ്മ പറഞ്ഞില്ലേ അഭിനയിക്കുന്ന വേഷത്തിൽ വന്നാൽ വിശ്വസിക്കുള്ളൂ എന്ന്. ഞാനേ ബ്രേക്കിന്റെ സമയത്ത് ചാടി പോവാനാ. സമയമില്ല, പോട്ടെ. നീ 1.25 കിലോയുള്ള ശരീരം വെച്ച് ഇവിടെ കാണിച്ചു കൂട്ടിയ വൃത്തികേടൊക്കെ കണ്ടൂല്ലേ? അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇടയ്ക്ക് ഇവിടെ വരുമ്പോ സ്മോള് കൊണ്ടുവരിക, അതിന് 2 അടിക്കുക, തിരിച്ചു പോവുക, കമാന്ന് 2 അക്ഷരം മിണ്ടൂല്ല. ഇറങ്ങിക്കോ. മനസ്സിലാവേ?